നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. പറയാത്ത കാര്യങ്ങളിലാണ് ഓരോരുത്തരുടെയും പ്രാണൻ പിടയുന്നത് എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ മത്സ്യം ഒരു ചില്ല് പാത്രത്തിലാണ് നീന്തി കളിച്ചിരുന്നത്. പെട്ടെന്നാണ് ഒരു കല്ല് വന്ന് ആ പാത്രത്തിലൊരു തുളയുണ്ടാക്കി കടന്നുപോയത്. അതിലൂടെ വെള്ളം പുറത്തേക്കൊഴുകി. അതിനുള്ളിലുള്ള മത്സ്യത്തിന് ആകെ പരിഭ്രാന്തിയായി. മത്സ്യം മരണം മുന്നിൽ കണ്ടു. പെട്ടെന്നാണ് ഒരാൾ കടന്നു വന്ന് ആ ദ്വാരത്തിൽ അമർത്തിപ്പിടിച്ചത്. പിന്നെ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ഒഴുകിയില്ല. തിരിച്ചു കിട്ടിയ പ്രാണനുമായി മത്സ്യം പതിയെ നീന്തി തുടങ്ങി. ഈ ചെറു മത്സ്യത്തിന് മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ നോവുകൾക്കും സാന്ത്വനമാകാൻ ഒരു കൈ വന്നിരുന്നെങ്കിൽ. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ 10% പോലും പറയുന്നില്ല. പറയാനൊന്നും കഴിയാത്ത കാര്യങ്ങളിലാണ് ഓരോരുത്തരുടെയും പ്രാണൻ പിടയുന്നത്. ഞാൻ അനുഭവിച്ചതൊന്നും ആർക്കും മനസ്സിലാകില്ല എന്ന ഒറ്റ വാക്കിൽ അവർ എല്ലാം ഒളിപ്പിക്കും. കണ്ണു തുറന്നു നോക്കിയാൽ നമുക്ക് ചുറ്റും ഇത്തരം ആളുകളെ കാണാം. നമ്മോടൊപ്പം നടക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന, ഒരു വീട്ടിൽ കഴിയുന്ന, ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന, കൂട്ടുകൂടുന്ന ആളുകൾ. അവരെ നമ്മൾ വളരെ കുറച്ചു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം ആ കണ്ണുകളിലും മുഴുമിക്കാതെ ബാക്കി വെച്ച വാക്കുകളിലുമുണ്ട്. വലിയ വിലപിടിപ്പുള്ളതൊന്നും നമുക്ക് അവർക്ക് നൽകേണ്ട. ഒരു പുഞ്ചിരി, അത് നൽകിയാൽ മാത്രം മതി. ഒരിറ്റു പരിഹാസമില്ലാത്തൊരു പുഞ്ചിരി, ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട് കണ്ണിൽ തെളിയുന്ന തെളിഞ്ഞ ചിരി. ശുഭദിനം.